തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി, തുടർഭരണം നേടിയ സർക്കാർ തുടങ്ങിയ ഖ്യാതികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തുടർഭരണം കൂടി കണക്കിലെടുത്താൽ 10ാം വർഷത്തിലേക്ക്. അതൊരു റെക്കോർഡാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാം. വെൽക്കം ടു വിവേക്സ് വ്യൂസ്. 4ാം വാർഷികം വിപുലമായി ആഘോഷിച്ച് ജനങ്ങൾക്ക് മികച്ചൊരു ഓർമ്മപ്പെടുത്തലും അനുഭവവും നൽകി 3ാം ഭരണത്തിന് ലക്ഷ്യമിട്ടിരിക്കുകയാണ് സർക്കാർ. കഴിഞ്ഞ മാസം 21-നാണ് ഈ വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. അതിനിടയിലാണ് ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിച്ചത്. അത് ഇതിനൊരു തടസ്സമായെങ്കിൽ കൂടി അതൊക്കെ അവസാനിച്ചപ്പോഴത്തേക്ക് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി വാർഷികാഘോഷങ്ങൾ നടന്നു വരികയാണ്. ഈ മാസം അവസാനത്തോടുകൂടി തിരുവനന്തപുരത്തിനാണ് ഇതിന്റെ സമാപന സമ്മേളനം നടക്കുന്നത്. 5ാം വർഷം തിരഞ്ഞെടുപ്പ് വർഷമാണെന്ന പ്രത്യേകതയുമുണ്ട്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ്. അപ്പോൾ പ്രതിപക്ഷമാണെങ്കിൽ വീണ്ടും ഭരണം പിടിക്കാനായിട്ട് അവർ ലക്ഷ്യമിടുന്നുണ്ട്. അതിന് അവർ ഇത് കരിദിനമായിട്ടാണ് ഈ വാർഷിക ദിനം ആചരിക്കുന്നത്. സർക്കാരിന്റെ നേട്ടങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട പൂർത്തീകരണം, 6 വരി ദേശീയ പാതയുടെ വികസനം, പിന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം, ഇതെല്ലാം പെടും. എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ശരിയായി വിതരണം ചെയ്യാത്തത്, അവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അതൊന്നും അനുവദിക്കാത്തത്, ഇതെല്ലാം പ്രശ്നമാണ്. അതുമാത്രമല്ല, ആശാ വർക്കർമാരുടെ സമരം നീണ്ടുപോകുന്നതും സർക്കാരിനൊരു കല്ലുകടി തന്നെയാണ്. PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം, പാലക്കാട് ബ്രൂവറി, മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടി കേസ്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലുള്ള അന്വേഷണം, പൂരം കലക്കല്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള രക്ഷാപ്രവർത്തന അക്രമം, പിന്നെ കേരയിൽ ഭൂമി ഏറ്റെടുക്കൽ, അതിൻ്റെ പേരിലുള്ള വിവാദങ്ങൾ, ഇതെല്ലാം സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച കാര്യങ്ങളാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ, കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കം, ഇതൊക്കെയാണ് ഒരു ഉദ്ദേശിച്ച വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ടടിച്ച ഘടകങ്ങൾ. അപ്പോൾ ക്ഷേമ പെൻഷൻ വിതരണം, ഉറച്ച ഭരണം, വികസനത്തിന് വഴിയൊരുക്കാനുള്ള ഒരു സാഹചര്യം, പിന്നെ സാമ്പത്തിക സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങൽ, ഇതൊക്കെയാണ് ക്യാപ്റ്റൻ പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇടതുപക്ഷം വീണ്ടും ഭരണം പിടിക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് സജീവമാകുന്ന ഘടകങ്ങൾ.